Watch full episodes on Jio Hotstar. ശിവ വേഗം രക്ഷപ്പെടൂ. യൂടി ശിവ ഞാൻ താഴെ പോകുന്നു. യൂടി കൈ മുറുകെ പിടിക്ക്. ഇല്ല ശിവ. യൂടി നീ പേടിക്കല്ലേ, ഞാൻ വന്ന് രക്ഷിക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ യൂടി? അതെ ശിവ, കുഴപ്പമില്ല. പക്ഷേ പക്ഷി തിരിച്ചു വരുന്നു. നീ പേടിക്കാതെ ഇവിടെ നിൽക്ക്, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാം. ഇതിനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ വന്നോ, ഞാൻ നിന്നെ പാഠം പഠിപ്പിക്കാം. വാ വാ, പെട്ടെന്ന് മുകളിലേക്ക് പോ. ഇപ്പൊ നീ ശരിക്കും കുടുങ്ങിയില്ലേ? തോറ്റുപോയി. പക്ഷെ രേവ, നമ്മളെങ്ങനെയാ അങ്ങോട്ട് പോകുന്നേ? ഐഡിയ. കൊള്ളാലോ, നിങ്ങൾ എത്തിയോ? അയ്യോ ശിവ, നിന്റെ കാലിന് എന്താ പറ്റിയേ? ചെറിയൊരു ഉളുക്കേ ഉള്ളൂ. ഇതെന്താ, എന്നെ രക്ഷിക്കേ. ഓ അതെന്താ? ശിവ, നീ ഒന്നും അങ്ങോട്ട് പോവല്ലേ. ആദ്യം അങ്ങോട്ട് പോവല്ലേ. നീ എന്താ ഈ ചെയ്യുന്നേ? അപകടം ഉണ്ടോ അവിടെ? സൂക്ഷിച്ചു വേണം പോകാനായിട്ട്. അവിടെ തന്നെ നിൽക്കൂ ആദി, പോകല്ലേ മുന്നോട്ട്. ഞാൻ പറയുന്ന കേക്ക്, മുന്നോട്ട് പോകല്ലേ ആദി, അവിടെ നിൽക്ക്. ആദ്യം അത് തൊടാൻ നിൽക്കല്ലേ, ഭയങ്കര അപകടം പിടിച്ചതാ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാനുള്ളതാ. ആദ്യം തൊടല്ലെന്നാ പറഞ്ഞത്. ഞാൻ പറയുന്നൊന്ന് അനുസരിക്കാതെ. എന്തോ കുഴപ്പമുണ്ട് കൂട്ടുകാരെ. നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാം. ആദ്യം നീ വേഗം ഓടിവോ. എന്റെ അമ്മോ, ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്? ഈ അമ്പുകൾ എവിടുന്നാ വരുന്നത്? വേഗം അതിനകത്ത് കേറ്, നമുക്കവിടെ ഒളിച്ചിരിക്കാം. നമ്മളിപ്പോ ശരിക്കും കുറച്ചു നേരത്തിന് രക്ഷപ്പെട്ടു. രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. രക്ഷിക്കണേ, രക്ഷിക്കണേ. നമ്മളെവിടെയാ വന്നേ? നമുക്കെന്താ സംഭവിക്കുന്നേ? പേടിക്കണ്ട, എല്ലാരും പുറത്തേക്ക് വരൂ വേഗം. ആർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമാണ് കൂട്ടുകാരെ. എന്റെ അമ്മയെ പേടിയായിട്ട് വയ്യ. ശിവ, എന്താ ആലോചിക്കുന്നേ? നമ്മൾ അവിടെ കണ്ട ആ ടൈം വെച്ച് നോക്കുമ്പോ 1 മണിക്കൂർ കഴിഞ്ഞ ആ മോൺസ്റ്റർ വീണ്ടും വരുന്നതായിരിക്കും. ആ മോൺസ്റ്റർ വീണ്ടും വരുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. പറ്റില്ല, ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് വരെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ളവരുടെ ജീവൻ മുഴുവനും അപകടത്തിലാകും. എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കത് കണ്ടുപിടിക്കണം. വരൂ.
ഗായ്സ്, ഇത് കണ്ടോ? ഈ ട്രോളില് വലിയൊരു മലനിരകൾ കണ്ടില്ലേ? അതിലൂടെ ഒരു വാട്ടർഫോളും പോകുന്നുണ്ട്. അതിനുള്ളിൽ ഒരു ഹോൺ ഉണ്ട്. അതിന്റെ അകത്ത് ഒരു റൗണ്ട് സാധനമുണ്ട്. ആ ഷണ്ടയിൽ ചിലപ്പോ മോൺസ്റ്റർ വരുന്നതിന്റെ അടയാളം കാണിക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം 12 മണി വരെ നമ്മുടെ അടുത്ത് സമയമുള്ളൂന്നല്ലേ? അപ്പൊ എത്രയും പെട്ടെന്ന് ആ റൗണ്ട് സാധനം നമുക്ക് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ആ വലിയ മോൺസ്റ്റർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് ഗ്രാമത്തിൽ എത്തുന്ന മുമ്പ് നമ്മൾ അവിടെ എത്തി ആ വലിയൊരു അപകടം ഒഴിവാക്കിയാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആ ക്രോൾ മൗണ്ടനിൽ എത്തേണ്ടതുണ്ട്. നമ്മളെങ്ങനെയാ ക്രോൾ മൗണ്ടൻ കണ്ടുപിടിക്കാം? ഇത് സൺഡേയിലാണെങ്കിൽ ചിലപ്പോ അത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിരിക്കും. കൂട്ടുകാരെ, കിട്ടിപ്പോയി. നമുക്ക് പോകേണ്ട മൗണ്ടൻ ദാ അവിടെയാ ഉള്ളത്. വേഗം ആവട്ടെ, നമ്മുടെ അടുത്ത് ഒട്ടും സമയമില്ല. അവിടെ ചെന്നാലേ ഹോണിന്റെ ക്ലൂ കിട്ടുകയുള്ളൂ. രേവാ, യൂണി ഒന്ന് വേഗം ഓടി വാ. അത് നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ട്. വേഗം വാ. ശിവ, നീ പോ. ഇവിടെ വാ. ഓരോ പരീക്ഷ ചെയ്യാ. ഇതിലും കൂടി ഞാൻ പോവില്ല, പേടിയാ. മൂലമാണ് ഈ വെള്ളം ഓറഞ്ച് കളറായിട്ട് കാണുന്നത്. ഈ വാട്ടർഫാളിന്റെ പുറകെ സ്റ്റോൺ വാൾ ഉണ്ട്. വാള് പൊട്ടിച്ച് നമുക്ക് പോകാൻ പറ്റുമോ? വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ശിവ!
എന്താവട്ടെ കൂട്ടുകാരെ, ഫോൺ അന്വേഷിക്കാനുള്ള സമയം വളരെ കുറവാണ് നമ്മുടെ കയ്യിൽ. ശിവ, നിനക്ക് എങ്ങനെയാണ് ഈ കാര്യം മനസ്സിലായത്? നമ്മളെ വാട്ടർഫാളിലൂടെ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റുമെന്ന്? ഞാൻ എറിഞ്ഞ കല്ല് വാട്ടർഫോളിന്റെ ചുമരിൽ തട്ടി ഒരു സൗണ്ട് വന്നില്ലേ? ആ സൗണ്ട് കേട്ടപ്പോ എനിക്ക് തോന്നി ഇതിന്റെ അകത്തുകൂടെ നമുക്ക് പോകാനുള്ള വഴി ഉണ്ടാകുമെന്ന്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഈ കാട് മുഴുവനും മാജിക് കൊണ്ട് നിറഞ്ഞു നിൽക്കുക. നമ്മൾ ഇതിലൂടെ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കര കാണാം. എനിക്ക് ഹോൺ അന്വേഷിക്കണ്ട, എനിക്ക് വീട്ടിൽ പോയാ മതി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നേ? നമ്മള് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. നോക്കിയേ, ഈ ചിത്രങ്ങള് ഓക്കെയുടെ കഥ പറയുന്ന കണ്ടില്ലേ? ഒരു വശത്തെ ഹാപ്പി വില്ലേജും മറുവശത്തെ ബൂമിംഗ് ഫോറസ്റ്റും. ആ ഡ്രോയിങ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആ മനുഷ്യരൊക്കെ കാടിനെ തീ വെച്ച് നശിപ്പിച്ചു. അതെന്താ അങ്ങനെ ചെയ്തേ? കാട് നശിപ്പിക്കാൻ ജനങ്ങൾ വെച്ച തീ മുഖേന അവിടെ നിന്ന് ഒരു മോൺസ്റ്ററും രൂപപ്പെട്ടു. അങ്ങനെ ആ മോൺസ്റ്റർ എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. അവസാനം അവിടെയുള്ള ആൾക്കാരിനെല്ലാം മനസ്സിലായി അവര് ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം. എന്നിട്ട് അവർ അവസാനം മാപ്പം ചോദിക്കുന്നത് കണ്ടോ? എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ ഓക്കെയെ എന്തോ മായാവലയത്തിലാക്കുകയാണെന്ന്. അത് പ്രവർത്തിച്ചുവല്ലോ. അങ്ങനെ ഓക്കെ എന്നേക്കുമായി ഉറങ്ങി. ഇന്ന് നമ്മൾ അവരെ ഉണർത്തി തെറ്റ് ചെയ്തു. പക്ഷേ ഈ ഡ്രോയിങ്ങിൽ നമ്മൾ അന്വേഷിക്കാൻ വന്ന സാധനത്തിനെ കുറിച്ച് ഒന്നും തന്നെ വരച്ചിട്ടില്ലല്ലോ. ഞാൻ ആ ഡ്രോയിങ് കണ്ടപ്പോൾ അതിൽ കണ്ടത് എന്താന്ന് വെച്ചാല് സീഡ്സ് കഴിച്ചത് ഓക്കെ മറഞ്ഞു പോവുകയായിരുന്നു. ചിലപ്പോ ആ സീഡ്സ് ഒക്കെ മോൺസ്റ്ററിനെ ഇല്ലാതാക്കാനുള്ള സൊല്യൂഷൻ ആണെങ്കിലോ. വരും പോകാം. സോറി ഫ്രണ്ട്സ്, നിങ്ങളുടെ എല്ലാ സുരക്ഷയാണ് എനിക്കിപ്പോ വളരെ അത്യാവശ്യം. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക.
ഒരുപാട് രൂപം മാറ്റാൻ പറ്റുമല്ലോ. എന്റെ പണി പൂർത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പോയേ പറ്റൂ. ഇത് കണ്ടോ? ഇനി അങ്ങോട്ട് പോവാ. മോനെ ശിവ, ആ കായ്ക്കോനെ തോൽപ്പിച്ച് കാട് ഞങ്ങൾക്ക് തിരിച്ചു പിടിച്ച് തന്നതിൽ വളരെ നന്ദിയുണ്ട്. എണീക്കൂ. പ്രകൃതിദത്തമായ ഇതുപോലുള്ള കാടുകളെ നശിപ്പിക്കാതിരുന്നാൽ ഒക്കായിനെ പോലുള്ള മോൺസ്റ്റർ ഒരിക്കലും വരികയില്ല. എല്ലാവരും വരൂ. എനിക്ക് നേച്ചറിന്റെ കാലം അറ്റൻഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യ. അപ്പൊ നിനക്ക് പാമ്പിന്റെ ഒപ്പം സെൽഫി എടുക്കണ്ടേ? Watch India's largest kids library only on Jio Hotstar. Download the app now.